സദസ്യരെ, പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചൊരു മുഖവുരയുടെ ആവശ്യമില്ലാത്ത ആളാണ് ശ്രീ കെ ജയകുമാർ IAS. അദ്ദേഹത്തിന് കവി എന്ന നിലയിൽ, ഒരു ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, ഗാനരചയിതാവ് എന്ന നിലയിൽ, ഇപ്പോൾ കൂടുതലായി പ്രഭാഷകൻ എന്ന നിലയിലും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാലങ്ങളായി, വർഷങ്ങളായി. പ്രത്യേകിച്ചൊരു മുഖവുരയും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പിങ്കളകേശിനി എന്ന ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ പിങ്കളകേശിനി എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള വർത്തമാനത്തിലേക്ക് കടക്കുന്നു. ജയകുമാർ സർ, നമുക്കേ ഈ ഔപചാരികത ഇല്ലാതെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നല്ലേ? എൻ്റെ അല്ല, സാറിൻ്റെ സ്വന്തം കോഴിക്കോടാണ്. എന്ത് തോന്നുന്നു പഴയ കോഴിക്കോടത്തെ കളക്ടർക്ക്? ഞാൻ ഈ കോഴിക്കോട് ഒരു അപരിചിതനല്ല. കളക്ടറായിരുന്നത് പണ്ടാണെങ്കിലും ഞാൻ എല്ലാ മാസവും ഇവിടെ വരും എന്തെങ്കിലും കാര്യത്തിന്. ഇത് തന്നെ ഈ മാസത്തെ 2ാമത്തെ 3ാമത്തെ വിസിറ്റാണ്. കോഴിക്കോട് ജന്മം കൊണ്ട് കോഴിക്കോട് എൻ്റെ ജന്മനഗരമല്ലെങ്കിലും കർമ്മം കൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ നഗരമാണ്. ഞാൻ ഈ നഗരത്തിൻ്റെ ഒരു ഭാഗമാണ്. പൊതുപരിപാടികൾക്ക് വരുന്നു. ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് നന്മകളൊക്കെ എനിക്ക് പ്രദാനം ചെയ്ത നഗരമാണ് കോഴിക്കോട്. കോഴിക്കോട് നടക്കുന്ന ഏതൊരു പരിപാടിയിലും പങ്കെടുക്കുക, അതിൻ്റെ ഭാഗമാവുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണ്, എൻ്റെ ഒരു സന്തോഷമാണ്. അന്ന് കോഴിക്കോട് കളക്ടറായിരുന്ന സമയത്ത് ബഷീർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ താമസിക്കുകയാണ് അല്ലേ? അത്തരത്തിലുള്ള ഒരു ഗൃഹാതുരത്വത്തോടു കൂടി പറഞ്ഞാൽ, ഒരു കാലത്തെ കോഴിക്കോട് ഞാനിവിടെ വരുമ്പോൾ എഴുത്തുകാരുടെ ഒരു കിളിക്കൂട് പോലെ എന്ന് പറയാം. ഒരുപാട് പക്ഷികളുള്ള ഒരു കിളിക്കൂട് പോലെ അങ്ങ് അവിടെ ബേപ്പൂരിൽ വൈക്കം മുഹമ്മദ് ബഷീർ കുറച്ചു കാലം, അത് കുറച്ച് നേരത്തെ മരിച്ചുവെങ്കിലും, പുതിയറയിൽ ചന്ദ്രകാന്തത്തിൽ SK പൊറ്റക്കാട്, വൈകുന്നേരമായാൽ തിക്കോടിയൻ്റെ വരവ്, ആകാശവാണിയിൽ നിന്ന് കക്കാടിൻ്റെ വരവ്, പിന്നെ ഒരുപാട് പേര്, വത്സല ടീച്ചറുണ്ട്, ഖാദറുണ്ട്, KA കൊടുങ്ങല്ലൂരുണ്ട്, NB മുഹമ്മദ് തൊട്ട് തുടങ്ങി എത്ര പേര് അന്ന് ഈ നഗരത്തെ അലങ്കരിച്ചിരുന്നു എന്നുള്ളതാണ്. ഇവരെയൊക്കെ അറിയാനും ഇവരുമായിട്ടുള്ള പൊതുപരിപാടികൾ പങ്കെടുക്കാനും ഒക്കെ എനിക്ക് അവസരം കിട്ടിയെന്ന് മാത്രമല്ല, ഞാനൊരു കവി യശപ്രാർത്ഥിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാവണം എന്നോട് ഈ എഴുത്തുകാരൊക്കെ തന്നെ ഒരു ജില്ലാ കളക്ടറോട് കാണിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള സ്നേഹവാത്സല്യങ്ങൾ എൻ്റെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ മറക്കാതെ പറയുകയാണ്. MD വാസുദേവൻ നായർ, ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് 1980 ഇവിടെ സബ് കളക്ടറായിട്ട്. അന്ന് തൊട്ടുന്ന വരെയുള്ള ബന്ധങ്ങൾ, അങ്ങനെ എന്നെ സംബന്ധിച്ച് ഓർമ്മകൾ നിരമ്പുന്ന ഒരു നഗരം കൂടിയായി മാറുകയാണ് കോഴിക്കോട്. നമ്മൾ കോഴിക്കോടിനെ കുറിച്ച് ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് മാത്രം പറയാൻ ഈ അരമണിക്കൂർ സമയം നമുക്ക് ചിലവഴിക്കേണ്ടി വരുള്ളൂ. നമുക്ക് പിങ്കളകേശിനിയിലേക്ക് വന്നാൽ, ഏതാണ്ടൊരു 16 വയസ്സിലെ സാഹിത്യ നിരൂപണത്തിൽ കൈവച്ച ആളാണ് സാർ. അത് ആദ്യം കൈവച്ചത് സാധാരണ പരിണതപ്രജ്ഞന്മാർ തൊട്ടാൽ പോലും പൊള്ളുന്ന കുമാരനാശാനിലാണ്. അതൊരു കൊച്ചുകുട്ടി തീ കാണുമ്പോൾ ചെന്ന് തൊടുന്നൊരു ഒരു ലാഘവത്തിൽ ചെന്ന് തൊട്ടതാണോ, അതോ ഇത് ഞാൻ തൊടാൻ പോകുന്നത് മഹാഗ്നിയാണ് എന്ന ധാരണയിൽ ചെന്ന് തൊട്ടതാണോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലം, ഞാൻ BSc പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു ഗ്രന്ഥകാരനാകുന്നത്, എഴുത്തുകാരനാകുന്നത്. ആശാന്റെ മാനസപുത്രിമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആശാന്റെ 5 നായികമാരെ പറ്റിയുള്ള ഒരു പഠനം. ആ പഠനത്തിലേക്ക് ഞാൻ കടക്കാൻ കാര്യം, ഞാൻ മലയാളം BA കാരനല്ല, മലയാളം MA കാരനുമല്ല. ആശാന്റെ നളിനി പഠിക്കാനുണ്ടായിരുന്നു. അത് പഠിപ്പിക്കുന്ന ദിവസം വളരെ പ്രത്യാശയോടുകൂടി ക്ലാസ്സിൽ പോയിരുന്ന ഞാൻ വല്ല നിരാശനായിട്ടാണ് തിരിച്ചു വന്നത്. കാരണം അത് പഠിപ്പിച്ച അധ്യാപകന് നളിനി മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യം എനിക്കെന്നുണ്ട്. വ്യത്യാസമൊന്നുമില്ലെന്ന് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ഞാൻ ഞങ്ങളുടെ പ്രൊഫസറായിട്ടുള്ള ജോർജ് ഓണക്കൂർ സാറിനോട് പോയിട്ട് പറഞ്ഞു, സാറിന് ഇത് പഠിപ്പിച്ചുകൂടി, ഇത് ഭയങ്കര ചെയ്ത്തായി പോയി. അതിനിങ്ങോട്ട് വന്നിട്ട് 10 ശ്ലോകം അദ്ദേഹം ചൊല്ലിയിട്ട് പറഞ്ഞു, മനസ്സിലായല്ലോ, സംഭവം പിടിയിട്ടില്ലേ, ഒരു യോഗി അവിടെ ഹിമാലയത്തിൽ നിൽക്കുകയാണ്, അത്രേ പറഞ്ഞിട്ടുള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ശരി, നമുക്ക് 11ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അങ്ങനെയാണ് ഞാൻ തകർന്ന് ദരിപ്പണമായി സാറിൻ്റെ അടുത്ത് പോയത്. സാർ പറഞ്ഞ് ഇപ്പം മാറ്റാൻ പറ്റില്ല, അയാൾ പഠിപ്പിക്കട്ടെ, അയാൾക്ക് വേണമെങ്കിൽ തന്നെത്താനിരുന്ന് വായിക്കുക, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ നളിനി വായിച്ചു. നളിനി വായിച്ചിട്ട് പിന്നെ ലീല വായിക്കാൻ പറഞ്ഞു, അത് വായിച്ചു. സീത വായിച്ചു. ഇതൊക്കെ എനിക്കൊന്ന് മനസ്സിലായെന്ന് ചോദിച്ചാൽ
കുറേയൊക്കെ പിടികിട്ടി കേട്ടോ. അങ്ങനെ ചണ്ടാലഭിക്ഷുകയും ദുരവസ്ഥയും വായിച്ചു. അപ്പോൾ എന്നോട് ഓണക്കൂർ സാർ പറഞ്ഞു, ഇതൊക്കെ മനസ്സിൽ തോന്നിയതൊക്കെ എഴുതുക അവരെ പറ്റി. അങ്ങനെ ഞാൻ എഴുതിയ ലേഖനങ്ങളെല്ലാം കൂടെ ഒരു പുസ്തകമാക്കി, ആശാന്റെ മാനസപുത്രിമാർ. അത് കേമമായ പുസ്തകമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പോരാ. അത് 19 വയസ്സായ ഒരു കുട്ടി എഴുതാനുള്ള പുസ്തകമേ ഉള്ളൂ. പക്ഷേ ഞാൻ എന്തിനാണ് ഇത് പറയുന്നതും ഈ ചോദ്യത്തിന്റെ ഞാൻ ഗ്രഹിക്കുന്നത്, ഞാനിന്നൊരു കവി എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ എന്നിലെ കവിതയുടെ ഗതി മാറ്റിവിട്ട മഹാമേരുവാണ് കുമാരനാശാൻ. ആശാനെ ആ പ്രായത്തിൽ പരിചയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ കളകൂജനം പൊഴിക്കുന്ന ഒരു പൈങ്കിളി കോകിലമായി, ഒരു പൈങ്കിളി കവിയായി ഞാൻ മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊച്ചു പ്രണയങ്ങളെ പറ്റിയും കൊച്ചു സൗന്ദര്യത്തെ പറ്റിയും ഒക്കെ ഇങ്ങനെ പാടി നടക്കുന്ന ഒരു ആശാൻ വായിച്ചവരോട് അയ്യോ ഇതാണ് കവിതയല്ലേ. അങ്ങനെ ഞാൻ BSc സുവോളജി പഠിച്ച് MBBS പഠിക്കാൻ പോകുന്ന ഞാൻ വഴിമാറി എനിക്ക് സാഹിത്യം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ടാണ് ഇംഗ്ലീഷ് സാഹിത്യവുമായിട്ടുള്ള പരിചയം, ആശാനുമായിട്ടുള്ള പരിചയം, ടാഗോറുമായിട്ടുള്ള പരിചയം. ഈ 3 കാര്യങ്ങളിൽ നിന്ന് 10 വർഷത്തേക്ക് കവിത എഴുത്ത് ഞാൻ നിർത്തി. ഇങ്ങനെയല്ല കവിത എഴുതേണ്ടതെന്ന് എനിക്ക് ബോധ്യമായി. എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് വശമായിട്ടുമില്ല. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന രീതിയിലല്ല കവിത എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം കൂടെ പഠിച്ച പെണ്ണിന്റെ സൗന്ദര്യം, അവള് നമുക്ക് മറുപടി വയ്ക്കാത്തപ്പോഴുള്ള നിരാശ, അവള് കല്യാണം കഴിച്ചു പോകുമ്പോഴുള്ള ദുഃഖം. അപ്പൊ എന്റെ ഉള്ളിലിരുന്ന് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ ഒരാൾ ചോദിക്കുകയാണ്, ഇതാണോടോ കവിത? ഇത് ദൂരക്കള, ഇതൊന്നും അല്ല കവിത. ആശാന്റെ കവിത വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ പിന്നെ ബ്രൗണിങ്ങിന്റെ കവിത വായിക്കൂ എന്നൊക്കെ പറയുന്ന ഒരാളെന്നിൽ ഇങ്ങനെ ഒരു ശബ്ദമുണ്ടായി വന്നതോടുകൂടി ഉപരിപ്ലവമായ രീതിയിൽ കവിതയെ സമീപിക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് എന്നെ പിടിച്ചു മാറ്റിക്കളഞ്ഞു ഈ ബന്ധങ്ങൾ. പിന്നെ ഞാൻ കവിത എഴുതി തുടങ്ങുന്നത് വളരെ വൈകി. 1985 ശേഷമാണ് ഒരു പുതിയ രീതിയാണ് എൻ്റെ രീതി എന്ന് മനസ്സിലാക്കാൻ ഞാൻ തുടങ്ങുന്നത്. 1985 മുതൽ. അന്ന് മുതൽ എഴുതിയ കവിതകളെ പറ്റി എനിക്ക് പശ്ചാത്താപമില്ല. അതുകൊണ്ട് ഞാനങ്ങ് പരിണതപ്രജ്ഞനായ കവിയായെന്നല്ല, ഐ എം ഡിസ്കവറിങ് മൈ വോയിസ്. ഞാൻ എൻ്റെ ശബ്ദവും ആ ശബ്ദത്തിന് എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്ത് നമ്മളെക്കാൾ എത്ര പ്രഗത്ഭരായിട്ടുള്ള കവികൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് എ ജോയ് ഓഫ് ലിവിങ്. ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ അറിവാണ് എന്ന് ഞാൻ വിചാരിക്കുക. 16-ാമത്തെ വയസ്സിൽ ആവേശിച്ച ഈ ആശാന്റെ ശ്രീകാളും രസകാമധേനും, ആശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ശ്രീകാളും രസകാമധേനുവിന്റെ രസലഹരിയൊക്കെ വിട്ടുപോയിട്ടില്ല. അങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകത്തിന്റെ പേരും വീണപൂവ് വിത്തും വൃക്ഷവും എന്നാണ് നിരൂപണ ഗ്രന്ഥത്തിന്റെ പേര്. പോരാതെ ഈ കരുതുവതിക ചെയ്യ വയ്യ എന്നൊരു കവിത പിങ്കളകേശനിയിലുണ്ട്, ദുരവസ്ഥ എന്നുണ്ട്, ചിന്താവിഷ്ട എന്ന കവിതയുണ്ട്. ഇങ്ങനെ ആശാന്റെ ആർദ്ര ലഹരി ഇങ്ങനെ പതഞ്ഞൊഴുകുകയാണ്. അതാണെന്ന് തോന്നുന്നു ജയകുമാർ സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി. അതെ അതെ, വേറെ ലഹരിയില്ല. ആശാന് ഒരു ലഹരി തന്നെയാണ് എനിക്ക്. കാരണം ഇപ്പോഴും എനിക്ക് തോന്നുന്നു മലയാളത്തില് ഒരുപാട് ആശാൻ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആശാൻ ഇനിയും പഠിക്കപ്പെട്ടിട്ടില്ല. ആശാന്റെ മനസ്സിലേക്ക് ഇറങ്ങി ആ സംഘർഷങ്ങളുടെ അന്തർധാരകളിലേക്ക് പോകാനുള്ള ധൈര്യം മലയാള നിരൂപണത്തിനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിംബങ്ങളെ മാറ്റി പുതിയ ബിംബങ്ങൾ ഉണ്ടാക്കേണ്ടി വരും ആശാനെ ശരിക്കും പഠിച്ചാൽ. ഞാനിങ്ങനെ ആശാനെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഒരു അനുരണനമൊക്കെ എൻ്റെ കവിതയിൽ എപ്പോഴും ഉണ്ട്. ഇപ്പൊ കരുതുവതിക ചെയ്യ വയ്യ എന്നൊരു കവിതയുണ്ട്. ആശാന്റെ വരികളാണല്ലോ, കരുതുവതിക ചെയ്യ വയ്യ, ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം, പരമഹിതം അറിഞ്ഞുകൂടാ, അതെ, ആയുസ്ഥിരതയുമില്ല, അതിനിന്ത്യം ഈ നരത്വം. ഞാനും ആശാനും കൂടെ എന്താ ബന്ധം എന്ന് ചോദിച്ചാല്, അന്ന് സിവിൽ സർവീസ് ഒന്നും ഇല്ലല്ലോ. ആശാനൊരു വലിയ ജോലിയുണ്ട്, SNDPയുടെ സെക്രട്ടറിയാണ്. 1903 മുതൽ 16-17 വർഷം ആശാൻ സെക്രട്ടറി ആയിരുന്നു. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലെ സെക്രട്ടേറിയറ്റ് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കില്ല. ആശാൻ തന്നെ മേശ വാങ്ങണം, കസേര വാങ്ങണം, പേപ്പർ വാങ്ങണം, സ്റ്റാമ്പ് വാങ്ങണം. അങ്ങനെ 16 വർഷം കഷ്ടപ്പെട്ടാണ് ഈ SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ആശാൻ ജോലി ചെയ്യുന്നത്. ഒരുപാട് ജോലിയുണ്ട്. ഇതിനിടയ്ക്ക് കാവ്യരചന. ആശാന് പറയുന്നുണ്ട്, നളിനി എൻ്റെ പോക്കറ്റിൽ 7 വർഷം കിടന്നതാണ് എന്ന് ആശാൻ ഇങ്ങനെ പറയുന്നു. ഡയറി. അപ്പൊ ഈ പോകുമ്പോഴേ യാത്രയിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ശ്ലോകമെടുത്ത് മിനിക്ക് ആശാന് രാത്രികളെല്ലാം നളിനിക്കും ലീലയ്ക്കും വേണ്ടി കൊടുത്തിട്ട് പകല് മുഴുവൻ ഔദ്യോഗികമായിട്ടുള്ള ജോലിയാണ്. ഞാനും ആശാനും ഒന്നുപോലെ എന്ന് പറയല്ല കേട്ടോ, അത്ര ഭോഷത്തിലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില സമാനതകൾ ഞാൻ കണ്ടെത്തുകയാണ്. പകല് നമുക്ക് കവിതയെ പറ്റിയൊന്നും, കവിതയെ പ്രണയിക്കാൻ സമയമില്ല. നമ്മുടെ രാത്രിയുടെ ഏകാന്തതകളിലാണ്
നമ്മുടെ കവിയുടെ സ്വാധ്യായം, കവിതയുടെ സ്വാധ്യായം ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ആശാനും ഞാനുമായിട്ടൊരു ചെറിയ ബന്ധമുണ്ട്. കരുതുവധിക ചെയ്യ വയ്യ എന്ന് കവിക്ക് ചെയ്യണമെന്ന് തോന്നുന്നതും പറയണമെന്ന് തോന്നുന്നതും ഒന്നും SNDP സെക്രട്ടറിക്ക് പറഞ്ഞുകൂടാ, ഗുരുദേവന്റെ ശിഷ്യന് പറഞ്ഞുകൂടാ. എന്നാൽ കവിക്കാണെങ്കിൽ പലതും പറയണം. എനിക്ക് പലതും പറയണമെന്നുണ്ട്. IAS ഉദ്യോഗസ്ഥനാണല്ലോ, പ്രിൻസിപ്പൽ സെക്രട്ടറി ആണല്ലോ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണല്ലോ. ഒന്നും മിണ്ടിക്കൂടാ, അബദ്ധമാവും. അതുകൊണ്ട് കരുതുവധിക ചെയ്യ വയ്യ, ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം. ചില ദിവസങ്ങളിലുള്ള കേട്ടോ. ആശാപരം ശ്രുതിയിൽ വെക്കുക നമ്മൾ എന്നാണ് കുമാരനാശാന്റെ ഒരു അതാണ് ആശാനും ഞാനുമായിട്ടുള്ള ബന്ധം. പിന്നെ സാധാരണ ഒരു ചീഫ് സെക്രട്ടറി എഴുതാൻ ഇടയില്ലാത്തൊരു കവിത ഇതിനകത്തുണ്ട്. ഇങ്കിരി എന്നാണ് ആ കവിതയുടെ പേര്. സാറ് തന്നെ പറയുന്നുണ്ട്, അവള് ഭ്രാന്തിയാണെന്ന് തോന്നും, പക്ഷെ ഭ്രാന്തിയല്ല. യാചകിയാണെന്ന് തോന്നും, പക്ഷെ ഒരു പൈസ ഒരുത്തിന്റെ മുമ്പേ അവൾ ചെന്ന് കൈ നീട്ടിയിട്ടില്ല. ഇതും കുമാരനാശാന്റെ തന്നെ മറ്റൊരു അപരവ്യക്തിത്വം എന്ന് പറയാവുന്ന രീതിയിൽ സാർ എഴുതി. അഭിമാനിനി എന്ന പദം മലയാളത്തിന് ആദ്യമായി കൊടുക്കുന്ന കുമാരനാശാനാണ്. ആണുങ്ങൾക്ക് മാത്രമുള്ളൊരു സാധനമല്ല ഈ അഭിമാനമൊന്നും, അത് സ്ത്രീകൾക്കും ഉണ്ട് എന്നും കുമാരനാശാൻ സീതയിലൂടെ പറയിക്കുന്ന ഒരു പ്രയോഗമാണത്. അത്തരത്തിലുള്ള അഭിമാനിനിയായ സ്ത്രീയെ ആണ് കെ ജയകുമാർ ഏത് സാധാരണക്കാരിലും കാണുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനെ പ്രതികരിക്കും? ഞാനും ഇപ്പൊ ഈ സെഷൻ കഴിച്ചിട്ട് നിങ്ങൾ ഇയാളിവിടെ വന്നിരുന്ന് ഞാനും കുമാരനാശാനും കൂടെ കവിത എഴുതിയെന്ന് പറഞ്ഞൊന്നും പറയരുത്. പക്ഷേ ആശാന് നായകന്മാരില്ല, നായികമാരേ ഉള്ളൂ എന്ന് പറയാറുണ്ടല്ലോ. ആശാന് നായകന്മാരൊക്കെ ഒരുതരം മാർജിനൽ ക്യാരക്ടേഴ്സാണ്. അതെ, നായികമാർക്ക് നായികമാരെ ആശാൻ പരിചരിച്ചിരിക്കുന്ന രീതി വെച്ച് നോക്കിയാൽ നായകന്മാരെ അങ്ങ് സൈഡിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ക്രിയേറ്റീവ് എനർജി മുഴുവൻ നായികമാർക്കാണ് എന്ന് പറയുന്നത് പോലെ ഞാൻ ഒരുപാട് സ്ത്രീപക്ഷ കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ്. അത് വേണ്ടത്ര പഠിക്കപ്പെട്ടിട്ടുള്ളത് പോട്ടെ. ഇപ്പൊ ദ്രൗപദിയെ പറ്റി, മാദ്രിയെ പറ്റി, മഹാഭാരതത്തിലെ മാദ്രിയുടെ മനോഹാരിതയിൽ അല്ലെങ്കിൽ അവളുടെ ഒരു വശ്യതയിൽ മനമിളകിയിട്ടാണ്. ചത്താലും തിരക്കില്ല ഇയാള്. പിന്നെ ശാരീരികമായി ബന്ധപ്പെട്ടാൽ മരണമാണ് പാണ്ഡുവിന്റെ വിധി. ചത്താലും തിരക്കേടില്ല, മാദ്രി നീങ്ങി വാ എന്ന് പറഞ്ഞ പാണ്ഡു. അത് മാദ്രിയിൽ ഉണ്ടാക്കുന്ന കുറ്റബോധം. കുമാരനാശാൻ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ സ്ത്രീകളുടെ ഹൃദയവിശുദ്ധിയെ കുറിച്ചും ഒക്കെ കുറച്ച് ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ശിഖണ്ഡി യുദ്ധഭൂമിയിൽ എത്തുമ്പോൾ എന്നൊരു കവിതയുണ്ട്. ചിന്താവിഷ്ട എന്നത് ചിന്താവിഷ്ടയായ സീതയെ കുറിച്ചല്ല, പിന്നെ ജീവിതം മലിനപ്പെട്ടു പോയ അനേകം അല്ലെങ്കിൽ തിരസ്കൃതരായി പോയ അനേകം സീതമാരെ കുറിച്ച്. അങ്ങനെ അതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ശീലമാണ്. നമ്മുടെ കണ്ണ് ഒരു പുരുഷന്റെ ദുഃഖത്തിൽ എത്തുന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്ത്രീയുടെ ഒറ്റപ്പെടലിലേക്ക് നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡ് എത്തുന്നു എന്നുള്ളത് ഒരു ശീലമുണ്ട്. തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന ആളല്ലേ ഇങ്കിരി? എന്റെ നാട്ടിലെ ഇങ്കിരി തന്നെയാണ് പേര്. പിന്നെ ഞങ്ങളുടെ നാട്ടിലാരും കവിത വായിക്കാത്തതുകൊണ്ട് ഇയാൾ ആ കവിത എഴുതി കളഞ്ഞില്ല. അവളെ പറ്റി എന്തിനാണ് സാറ് കവിത എഴുതുന്ന ആരും ചോദിച്ചില്ല. കാരണം കവിത ആരും വായിക്കാറില്ല, ഞങ്ങളുടെ നാട്ടിൽ ആരും വായിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ ഒരു ഫോൺ കോൾ പോലും ചെയ്തില്ല. അവർക്ക് എപ്പോഴും ചെഞ്ചേരി ജയനാണ്. അല്ലല്ല, അതുകൊണ്ടല്ല. ഇയാളെന്ത് സർക്കാർ കാറിൽ വരുന്നു പോകുന്നത്, ഒരു പത്രാസുള്ള ഒരു പാർട്ടി എന്നല്ലാതെ. അവിടെ നടന്ന ഇംഗ്രിയെ പറ്റി ഇപ്പം ആർക്കും അറിയാൻ വയ്യ. ഇംഗ്രി ശരിക്കും അവിടെ ഉണ്ടായിരുന്നുള്ള വാസ്തവമാണ്. ഇംഗ്രി എന്ന് തന്നെയാണ് പേര്. എങ്ങനെയാ പേര് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇംഗ്രി എന്നൊരു കഥാപാത്രം അവിടെ ഉണ്ടായിരുന്നു. അനാഥയായിരുന്നു, അവിടെ എവിടെ കിടന്ന് മരിച്ചു അവസാനം. പക്ഷേ എല്ലാ വീട്ടിലും വരും, വന്ന ഭക്ഷണം കൊടുത്താൽ കഴിച്ചിലേ തിരിച്ചു പോകും. വളരെ സെൽഫ് റെസ്പെക്ട് ഉള്ള ആളാണ്. അപ്പൊ ഇംഗ്രി എന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ടാണ് ആ കവിത വന്നിരിക്കുന്നത്. അങ്ങനെ ജീവിതത്തോടുള്ള നമ്മുടെ ബന്ധത്തെ നിർവചിക്കാനുള്ള ഒരു കഴിവാണ് കവിത കേട്ടോ. അത് ഉദ്യോഗസ്ഥൻ എന്നുള്ളതിലേക്ക് എനിക്ക് നിർവചിക്കാം. ഇവരെന്താണ്, ബിലോ പോവർട്ടി ലൈനാണോ? ഇംഗ്രി ബിലോ പോവർട്ടി ലൈനാണ്. എന്നാൽ പിന്നെ റേഷൻ കാർഡ് കൊടുത്തേക്ക് അങ്ങനെ പറയുന്നവൻ ഉദ്യോഗസ്ഥൻ. അതല്ല, ഈ ഇംഗ്രിക്ക് എന്താ പറ്റിയത്, ഇവൾക്ക് എന്താണ് ഇവളുടെ ജീവിതം ഇങ്ങനെ ആവാനെന്ന് അന്വേഷിക്കുന്നവൻ കവി. അതാണ് അത്രയേ ഉള്ളൂ വിഷയം. ഒരു തരത്തിൽ നമുക്ക് ആത്മീയവാദിയാണെങ്കിൽ ആയിക്കോട്ടെ, ഇവളുടെ അടുത്ത ജന്മത്തിൽ ഇവൾ രാജകുമാരിയെ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സാർ നേരത്തെ പറഞ്ഞപ്പോൾ സാർ ആദ്യകാലത്ത് എഴുതിക്കൊണ്ടിരുന്നത് ചെഞ്ചേരി ജയകുമാർ എന്ന പേരിലായിരുന്നു തുടക്കം. അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. നാട്ടുകാർക്ക് എപ്പോഴും ഞങ്ങൾക്ക് കൃഷ്ണനാരായണ മകൻ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ പിന്നെ സിനിമയിലൊക്കെ പാട്ട് എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ധാരണയാണ് ഇപ്പോൾ സാധാരണ ആളുകൾ പൊതുവിൽ പറയാറ്. പക്ഷേ കവി എന്നുള്ള രീതിയിൽ ഒരാളെ അഗാധമായി ആഴത്തിൽ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രയാസമാണ് മൊത്തത്തിൽ. എന്നാൽ കോഴിക്കോട് കുറച്ചുകൂടി ഭേദമാണെന്നാണ് പൊതുവിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും. അല്ലേ സാർ? അല്ലേ? അതുപോലെ ബാബുരാജ് വല്ലാതെ ആവേശിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് അല്ലേ? പി രാമചന്ദ്രന്റെ ഒരു കവിത ഇടയ്ക്ക് വന്നു. ബാബുരാജ് പാടി പാടി മധുരീകരിച്ച കോഴിക്കോട്ടത്തെ മണലിനെ കുറിച്ച്, പഞ്ചസാര പോലെ മധുരീകരിച്ച മണലിനെ കുറിച്ച്. സാറും അതിനെ
അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു കവിത ബാബുരാജിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ബാബുരാജ് ഒരുപാട് ബിംബങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ബിംബമാണ് എൻ്റെ മനസ്സിൽ. എൻ്റെ അച്ഛനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ബിംബം. കാരണം എൻ്റെ അച്ഛൻ സിനിമാ സംവിധായകനായിരുന്നു. അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരം കോഴിക്കോടാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിം പ്രമേയങ്ങൾ സിനിമയാക്കിയിട്ടുള്ള സംവിധായകനും എം കൃഷ്ണൻ നായരാണ്. കുട്ടിക്കുപ്പായം മുതൽ ആരംഭിച്ച് അവസാനം മണിത്താലിയോ യത്തീം എന്നൊക്കെ പറയാം 10-16 പടങ്ങൾ ഒക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെ അച്ഛനെ ഈ മുസ്ലിം സമുദായമായിട്ടുള്ള ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ബാബുരാജാണ് ലിങ്ക്. അപ്പോൾ കുട്ടിക്കുപ്പായം എന്ന് പറയുന്ന സിനിമ 1962 63 എടുക്കാൻ നേരത്ത് ഇവിടെ അതിനകത്ത് 8 പാട്ട് പറ്റാണ്. ഈ കല്ലായിലുള്ള ബാബുരാജിൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ടാണ് ഈ പാട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം എന്നെ സബ് കളക്ടറായിട്ട് കോഴിക്കോട് നിയമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ അച്ഛനാണ്. ബാബുരാജിൻ്റെ നഗരമാണ്, ബ്യൂട്ടിഫുൾ സിറ്റിയാണ്, അതുകൊണ്ട് പോകണം എന്ന് അനുഗ്രഹിച്ചു വിട്ടതാണ്. അപ്പോൾ ഈ ബാബുരാജ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കോഴിക്കോടുമായിട്ടും എൻ്റെ അച്ഛനുമായിട്ടും സംഗീതവുമായിട്ടും സംഗീതത്തിൻ്റെ ഭാവമായിട്ടും സംഗീതത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു വിഷാദ ഛവിയായിട്ടും ഒക്കെ ബാബുരാജ് എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ട് ബാബുരാജിന് സ്ട്രോക്കെല്ലാം വന്നതിന് ശേഷം എൻ്റെ അച്ഛൻ്റെ ഒരു സിനിമയിൽ ജോലി ചെയ്യാൻ വന്നതൊക്കെ എനിക്കറിയാം. എൻ്റെ ആദ്യത്തെ ഒരു സിനിമയിൽ ഒരു പാട്ട് ആദ്യമായിട്ട് സംവിധാനം ചെയ്തതും ബാബുരാജാണ്. മന്ദാര മണമുള്ള കാറ്റ് എന്നൊരു പഴയ പാട്ട്. പക്ഷേ ഈ കവിത എഴുതുമ്പോൾ ബാബുരാജ് പോയി ഒരു 4-5 വർഷത്തിന് മുമ്പ് എഴുതിയൊരു പാട്ടാണ്, കവിതയാണ്. ബാബുരാജ് അതിൻ്റെ ടൈറ്റിൽ നിന്നാണ് ബാബുരാജിനെ ഉള്ളൂ. അപ്പോൾ അതിനകത്തൊരു വരി എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഈ കവിത ഓർത്തു വയ്ക്കുന്ന ആളല്ല. ആർക്കാവും നിനക്കല്ലാതെ ആർക്കാവും ദുഃഖങ്ങളെ ഇത്രമേൽ ഇതാണ് സംഗീതത്തിന് അത്തറിൽ കുളിപ്പിക്കാൻ. ആർക്കാവും നിനക്കല്ലാതെ ആർക്കാവും ദുഃഖങ്ങളെ ഇത്രമേൽ സംഗീതത്തിന് അത്തറിൽ കുളിപ്പിക്കാൻ എന്ന 2 വരി എനിക്ക് എന്നെപ്പറ്റി കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്. തരക്കേടിലിടെ എന്ന് ഞാൻ എന്നോട് എന്നെ പറ്റി പറയുകയായിരുന്നു ആ വരികൾ കേട്ടപ്പോൾ. കാരണം എന്ത് പറഞ്ഞാലും അതിനകത്ത് അടിയിൽ ഇങ്ങനെ ഒരു സംഗീത ദുഃഖത്തിന്റെ ഒരു അത്തറ് അതിനകത്ത് പുരട്ടിത്തരാൻ ഈ ബാബുരാജനല്ലാതെ ആർക്കാവും സാറിന് വേണ്ടി ഞാൻ ഒരു 4 വരി നിങ്ങൾ ചൊല്ലുന്നതിന്റെ ഉസ്താദാണ്, ഞാനല്ല. ആർക്കാവും നിനക്കല്ലാതാർക്കാവും ദുഃഖങ്ങളെ ഇത്രമേൽ സംഗീതത്തിൽ അത്തറിൽ കുളിപ്പിക്കാൻ സിതാറിൽ പിടച്ചിൽ ഒരു പൊന്നാങ്കുഴൽ ചിന്തിൽ പ്രളയനൂലിൻ തീക്ഷ്ണസുരശില്പങ്ങൾ തീർക്കാൻ. അല്ലേ, മനോഹരമായ വരികൾ. ബാബുരാജ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു വരിയിൽ. അവസാനത്ത് പറയുന്നത്, നീ എന്തെങ്കിലും വന്നിട്ട് ഒരു നിലാവുള്ള രാത്രിയിൽ ഒരു നിലാശില്പം പോലെ എൻ്റെ വരാന്തയിൽ നീ വന്നിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടതാണ്. ഞാൻ രാത്രി തുറക്കുമ്പോൾ ബാബുരാജ് അവിടെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു, ഒരു നിലാവിൻ്റെ ശില്പം പോലെ ഇരിക്കണമെന്ന് നമ്മുടെ മനസ്സിലൊരു മോഹമാണ് കേട്ടോ. ഈ ബാബുരാജ് ഒരിക്കൽ കൂടി എൻ്റെ ഒരു മെഹഫിൽ ഇങ്ങനെ നടത്താൻ വന്നിരുന്നുവെങ്കിൽ. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം, അതാണല്ലോ. ഇതൊന്നും നടക്കില്ലെന്ന് നമുക്കറിയാം. നമ്മളിനി ഒരിക്കലും, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ആശയമാണ്, ഇനി അടുത്ത ഒരു ജനുവരി 25 നമുക്കൊരു പക്ഷേ കൂടാൻ സാധിക്കും. പക്ഷേ 2025 ഒരു ജനുവരി 25 ഈ ഭാവത്തോടുകൂടി ഈ രൂപത്തോടുകൂടി ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും കൂടി ഇങ്ങനെ ഒത്തിരിക്കാൻ ഇനിയൊരു അപരാഹ്നം നമുക്കുണ്ടാവുകയില്ല എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഓരോ നിമിഷത്തെയും നമ്മൾ തെഞ്ചോട് ചേർത്ത് താലോലിക്കും. അതാണ് ഓരോ നിമിഷത്തിൻ്റെയും വില. നമ്മൾ വീണ്ടും ഇരിക്കും, പക്ഷെ അപ്പോൾ ഇരിക്കുന്നത് നമ്മളല്ല, അത് മറ്റൊരാളുകളാണ് എന്ന് പറയുന്നത് പോലെ ബാബുരാജിനെയൊക്കെ നമുക്ക് വിട്ടുപോയെങ്കിലും വരൂ, വീണ്ടും വന്നിരുന്ന ഒരു പാട്ട് പാടി തരൂ എന്ന് പറയാൻ തോന്നിപ്പോവുകയാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറിന്റെ കവിതകളിലെ വരികളിൽ 2 വരി ഈ കവിതയിലാണ്. സ്നേഹത്തിൽ മരവിച്ച തന്ത്രികൾ ശബ്ദിക്കേണം, സൗഹൃദ തബലകൾ പിന്നെയും തുടിക്കേണം. സൗഹൃദ തബല എന്നൊരു പ്രയോഗം, അത് ഈ ആ കൂട്ടായ്മയെടുത്ത ഈ താളത്തിന്റെ ജീവിതത്തിന്റെ ഒരു താളമാണ് അതിനകത്ത്. ബാബുരാജിന്റെ കോഴിക്കോടുള്ള ജീവിതം അറിഞ്ഞെങ്കിൽ ആ സൗഹൃദ തബലകൾ അറിയാണ്ടൊക്കെ തലമുറകളിൽ വലിയ നഷ്ടബോധം അതാണ്. അതുപോലെ തന്നെ സാറേ, താത്രി എന്നൊരു കവിതയുണ്ടല്ലോ, പിങ്കളകേശിനി. താത്രി എല്ലാ കാലത്തും ഉള്ളൊരു ബിംബമാണ് അല്ലെ, കുറിയിടത്ത് താത്രിയിൽ അവസാനിക്കുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ കുറിയിടത്ത് താത്രി എന്ന് എഴുതാത്തത്. അതാണ് കവിയുടെ ഒരു ഏറ്റവും വലിയൊരു സൂക്ഷ്മത. താത്രിയാണ്. താത്രിയെ നമ്മൾ തന്നെ പാപിനി എന്ന് വിളിക്കുന്നു, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, ചെയ്യിക്കുന്നു, അവസാനം നമ്മൾ തന്നെ വിധിക്കുന്നു, വിശ്വാസിയാകുന്നു, അവൾ മഹാമോശക്കാരിയാണെന്ന് പറഞ്ഞ് പാടി നടക്കുന്നു. എല്ലാം നമ്മൾ തന്നെയാണ് ഇവിടെ. പ്രതിയും വാദിയും എല്ലാം പുരുഷൻ തന്നെയാണ് ഇവിടെ. താത്രിയല്ല, അവൾ താത്രിയാണ് അന്നത്തെ സ്മാർത്തന്മാർ കുറ്റവിചാരണ ചെയ്തതെങ്കിൽ ഇവിടെ കവി സ്മാർത്ത വിചാരം നടത്തുന്നത് താത്രിയല്ല, താത്രിയുടെ സ്മാർത്തന്മാരെയാണ് എന്നുള്ളതാണ് ആ കവിതയുടെ പ്രത്യേകത.
സാറിന്റെ കവിത വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് നന്ദിയമ്മക്കുട്ടിയെ ഓർമ്മ വന്നു. നിങ്ങൾക്ക് പുരുഷന്മാരെ നേരം പോക്കാണ് ജീവിതം, തീ കൊണ്ടുള്ളൊരു കളി അല്ലേ, കേറിപ്പോരാം കുളിർക്കനെ കരികിയിൽ ഒരു രോമവും എന്നാണ് ഉളപ്പമെന്ന കാലത്തിന്റെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞത്. അപ്പൊ അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു കവിതയാണ് താത്രി. ഈ പുസ്തകത്തിലെ പേര് സൂചിപ്പിക്കുന്ന പോലെ പിങ്കള കേശിനി എന്ന കവിത സത്യത്തിൽ മരണത്തിന്റെ സിമ്പല്. ബാലന്റെ ചുള്ളിക്കണ്ട ഒരു കവിത ഉണ്ടല്ലോ, ഒടുവിൽ അമംഗള ദർശനയായി ബധിരയായി അന്ധയായി മൂകയായി നിരുപമ പിങ്കള കേശിനിയായ മരണം നിൻ മുന്നിലും വന്ന് നിൽക്കും എന്ന് പറയുന്ന അത്തരത്തിൽ മരണം മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു പ്രതീതിയായിട്ട് പിങ്കള കേശിനി മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ കെ ജയകുമാർ സാർ അവതരിപ്പിച്ചത് കാലത്തിന്റെ എന്നാണ് കവാടത്തിൽ നിൽക്കുന്ന ഈ പിങ്കളകേശിനിയെ കുറിച്ച്, പകുതി ജീവിതത്തിന്റെയും പകുതി മരണത്തിന്റെയും മുഖവുമായി നിൽക്കുന്ന പിങ്കളകേശിനിയെ കുറിച്ചാണ്. കവിക്ക് കവിത എഴുതുകയല്ലാതെ വ്യാഖ്യാനിക്കേണ്ട ജോലി ഇല്ല. എങ്കിലും ഞാൻ പറയുകയാണ്, അങ്ങനെയും വ്യാഖ്യാനിക്കാം, മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കാം. പിങ്കളകേശിനി അതിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ വിധി നിർണയ ജൂറിയിലെ ഒരു പ്രധാന അംഗമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് യാദൃച്ഛികമായിട്ടാണെങ്കിലും കടന്നു വന്നത്. പ്രഭാവർമ്മ ഒരു ജൂറി മെമ്പറാണ്, ചെയർമാനാണ്. ഈ പിങ്കളകേശിനി എന്താണെന്ന് ചോദ്യപ്പോൾ സുമേഷ് പറഞ്ഞതുപോലെ വ്യാഖ്യാനിക്കാം, എനിക്ക് വിരോധമില്ല, ആയിക്കോ. പക്ഷേ എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു ശീർഷകം കൊടുത്തത്? പിങ്കളകേശിനി ആരാണെന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതൻ വായിച്ചിട്ടുള്ളവർക്ക് പിങ്കളകേശിനി ആരാണെന്ന് അറിയാം. നാടി പിടിച്ചിട്ട് വരാനിരിക്കുന്ന മൃത്യുവിനെ പ്രവചിക്കുന്ന ജീവൻ മശായിക്ക് അദ്ദേഹം മരണത്തെ അല്ല കാണുന്നത്, പിങ്കളകേശിനിയാണ് കാണുന്നത്. പിങ്കളകേശിനിയാണ് മരണദേവതയാണ്, മൃത്യുദേവതയാണ്. എന്തിനാണ് അമംഗളം എന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞെങ്കിലും മരണം ഒരു അമംഗളമായ കാര്യമല്ല, വളരെ മംഗളകരമായ കാര്യമാണ് യഥാസമയത്ത് നടക്കുന്ന മരണം. അതുപോട്ടെ, എന്തിനാണ് അവിടെ അത് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ കവിത പറയുന്നത് ഒരു വലിയ കോട്ടവാതിലിന്റെ മുമ്പിൽ, അടഞ്ഞു കിടക്കുന്ന വാതിലിന്റെ മുമ്പിൽ ഒരു മുഷിഞ്ഞ സാരി രൂപം വന്നു നിൽക്കുന്നുവെന്നാണ്. ആ സാരി രൂപം അവിടെ മഴക്കാലത്തും ഋതുക്കൾ മാറുമ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഈ കൊട്ടാരവാതിൽ തുറന്ന് ആളുകൾ എന്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇവൾക്കൊന്നും കിട്ടുന്നില്ല, അവളെ കാത്തു നിൽക്കുകയാണ്. ആരാണ് ഈ പിങ്കളകേശിനി എന്ന് പറയുന്നില്ല. എന്തിനങ്ങനെ ഒരു ഇമേജ് ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ നന്മകളും വിഭൂതികളും എല്ലാം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പിങ്കളകേശിനി ഏത് മൃത്യുവിൻ്റെ പ്രതിരൂപമാണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന നന്മകൾ മൃതപ്പെടുന്ന കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി നിൽക്കുകയാണ് പിങ്കളകേശിനി. പിങ്കളകേശിനിക്ക് ഒരു നന്മയും സംഭവിക്കുന്നില്ല, നന്മകളൊക്കെ ആളുകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും ക്ഷമയോടുകൂടി അവളവിടെ നിൽക്കുകയാണ്. അവളൊരു പക്ഷേ ഭാരത നാരിയാവാം, ഭാരത സ്ത്രീയാവാം, ഭാരത പൗരനാവാം, നമ്മുടെ ക്ഷമയാവാം, എന്തുമാവാം. അവൾ കണ്ണകിയാകുമോ പൊട്ടിത്തെറിക്കുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത അവസാനിക്കുന്നത്. കാരണം പിങ്കളകേശിനി ആരാണ് എന്ന് എനിക്കും അറിഞ്ഞുകൂടാ. എനിക്ക് ഒരു കാവ്യ പ്രചോദിതമായ ഒരു സന്ദർഭത്തിൽ അങ്ങനെ സ്വർണ്ണമുടി അഴിച്ചിട്ട് നിർമ്മമയായി, എന്നാൽ എന്തുമായി തീരാൻ സാധിക്കുന്ന തരത്തിൽ നിൽക്കുന്ന ഒരു വ്യംഗ്യ ഭീകരമായിട്ടുള്ള ഒരു മൗനഭീതിതമായിട്ടുള്ള ഒരു സ്ത്രീ രൂപത്തെ ഞാൻ കാണുകയാണ്. ആ സ്ത്രീ രൂപത്തിൽ പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം പോലത്തെ സ്ത്രീ ഉണ്ടാവാം, എറിഞ്ഞ് പുരം മുടിക്കുന്ന കണ്ണകി ഉണ്ടാവാം, ആരും ഉണ്ടാവാം, നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഭാരതത്തിലെ സ്ത്രീകളിലൂടെ ആയിരിക്കും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളുടെ തിരിച്ചുപിടിക്കലിന്റെ തുടക്കം എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ആ പിങ്കളകേശിനിക്കുണ്ട്. തീർച്ചയായിട്ടും സാധാരണ ഒരു IMG ഡയറക്ടർ എഴുതാൻ ധൈര്യപ്പെടാത്ത ഒരു കവിത ഇതിനകത്തുണ്ട്. അത് സഞ്ജയനോട് എന്നാണ് ആ കവിതയുടെ പേര്. കാരണം ഭയങ്കരമായ ഭരണകൂട വിമർശമാണ്. മാത്രമല്ല വളരെ ശക്തമായിട്ട് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം പറഞ്ഞു കൊടുക്കേണ്ട സഞ്ജയന്മാര് കൃത്യമായി പറഞ്ഞു കൊടുക്കാതിരിക്കുമ്പോൾ ഈ അന്ധരാജാക്കന്മാർ കൂടുതൽ അന്ധരായി മാറും എന്നൊരു ദർശനം ഈ കവിതയുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഓഹോ, അങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലേ? അങ്ങനെ ഒരു അർത്ഥവും കൂടി കാണാം. എന്ത് പറയുന്നു? ഇപ്പോ നമുക്ക് 3 മിനിറ്റ് 38 സെക്കൻഡേ ഉള്ളൂ, 36 പറയാം. അപ്പോ എൻ്റെ കവിതകളിൽ രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ പലരും വളരെ അന്തപ്പെട്ട് ചോദിക്കുന്നുണ്ട്. ഇയാളുടെ കവിതയിൽ എന്താ രാഷ്ട്രീയം? ഒന്നാമത് നമുക്ക് കോണ്ടാക്ട് റൂളൊക്കെ ആണല്ലോ. ഈ കോണ്ടാക്ട് റൂൾ ഇപ്പം ഇനി കോണ്ടാക്ട് റൂളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല. കടമ്മനിട്ടയുടെ ഒരു കവിതയുണ്ട്, ഞാൻ ഇവിടെയാണ് എന്ന് ആരംഭിക്കുന്ന ഒരു കവിത. അദ്ദേഹത്തിന്റെ ചൊല്ല് ഞാൻ ഇവിടെയാണ്,
എന്ന് പറയുന്നത് പോലെ ഒരു കവി സ്നേഹത്തോടു കൂടി വിളിച്ചു പറയുന്നു ഞാൻ എവിടെയാണ് എന്ന് വിളിച്ചു പറയുന്നതാണ് രാഷ്ട്രീയം. അല്ലാതെ ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണോ മറ്റതാണോ എന്നുള്ളതല്ല. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ പ്രയോഗവശമാണ്. നമ്മളതിനെ സൈദ്ധാന്തിക വശത്തിൽ എന്താണ്, എൻ്റെ രാഷ്ട്രീയം എന്താണ്? സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്. അതാണ് കവിയുടെ രാഷ്ട്രീയം. എന്താണ്, കണമെയ്ത് വീണ പക്ഷിയുടെ ദുഃഖത്തിൽ നിന്ന് ശ്ലോകമാഗതമായ കവിക്ക് രാഷ്ട്രീയമുണ്ട്. അങ്ങനെ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ ഇവിടെയാണ് എന്ന് പറഞ്ഞ കടമ്പനിട്ടയെ പോലെ വാൽമീകി പറയുന്നു, ഐ ആം നോട്ട് വിത്ത് ദി 100 ബട്ട് വിത്ത് ദി 100. ഞാൻ അമ്പ് എയ്തവനോടല്ല, അമ്പ് കൊണ്ട ആളിനോടാണ് എന്ന് പറയുന്ന രാഷ്ട്രീയം അന്നും ഇന്നും വാൽമീകിക്കും വ്യാസനും മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന മറ്റു കവികൾക്ക് മാത്രമല്ല, ഈ എനിക്കുമുണ്ട് രാഷ്ട്രീയം. ആ അർത്ഥത്തിൽ സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് എന്റെ രാഷ്ട്രീയം. വേറൊരു മുഖം കൂടി ഇതിനകത്തുണ്ട്. പൊടിപ്പും തൊങ്ങലും ചേർക്കാതെ പറയണമെന്നാണ്. മാധ്യമ വിമർശനം കൂടിയാണ്. മാധ്യമത്തിനെയും കൂടെ കാണുന്നുണ്ട് ഇതിനകത്ത്, അല്ലേ? പറയേണ്ടത് കൃത്യമായി സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കണം. പൊടിപ്പും തൊങ്ങലും വേറൊന്നും വച്ചു കിട്ടണ്ട എന്ന് പറയുന്നുണ്ട് ഈ കവിതയ്ക്കകത്ത്, അല്ലേ? അന്ധരാജാവിനോട് എന്ത് പറയണമെന്ന് പറയുന്നുണ്ട്. അതെ. അല്ലാതെ മരിച്ചിട്ടില്ല, പക്ഷേ മരിച്ചോ മരിച്ചില്ലേ എന്ന് ഞാൻ അന്വേഷിച്ച് പിന്നീട് അറിയിച്ചു കൊള്ളാം എന്നല്ല. ചത്തുവെങ്കിൽ ചത്തു എന്ന് തന്നെ പറയണം. അതെ അതെ അതെ. ടെൽ ദ ട്രൂത്ത്. അത് തന്നെയാണ് സത്യത്തിന്റെ രാഷ്ട്രീയം, സ്നേഹത്തിന്റെ രാഷ്ട്രീയം, അലിവിന്റെ രാഷ്ട്രീയം. അത് കവിതയിലുണ്ട് എന്നുള്ളത് കൊണ്ട് എന്റെ കവിതയിൽ രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. അതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്യുകയാണ്. ഈ ഇതെന്റെ രക്തവും മാംസവും എന്ന കവിതയിൽ എന്തെങ്കിലും ആത്മകഥാപരമായ എന്തെങ്കിലും ഇതാണ് ഞാൻ ഈ സമൂഹത്തിന് കൊടുക്കാൻ പോകുന്ന എന്റെ വാക്കുകളുടെ എന്താണ് മാംസവും എന്റെ അവതരണത്തിന്റെ രക്തവും, അതൊരു പ്രധാനപ്പെട്ട കവിതയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അത് എന്റെ വാക്കല്ല, അതെന്റെ കവിത തന്നെയാണ്. എന്റെ കവിത എന്താണ് എന്ന് നിർവചിക്കാനുള്ള ഒരു സൂത്രമാണ് അത്. എന്റെ കവിത ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഡെഫിനേഷണൽ കവിത എഴുതണ്ട. ഇതാണ് എൻ്റെ വാക്ക്, ഇതെന്റെ രക്തം, ഇതെന്റെ മാംസം എന്ന് പറയുന്നത് ഇത് ഉപരിപ്ലവമായി വച്ചു കെട്ടിയതല്ല എൻ്റെ കവിത. എൻ്റെ സുഹൃത്തുക്കളെ, ഇത് IAS കാരൻ എഴുതിയ കവിതയായിട്ട് ദയവ് ചെയ്ത് വായിക്കരുത്. ഇതെന്റെ രക്തം, ഇതാണ് എൻ്റെ മാംസം. അടുത്ത വരി വായിച്ചോ, കറക്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതെന്റെ ആത്മാവിൽ നിന്ന് എഴുതിയതാണ്. അല്ലാതെ ഇപ്പൊ പറഞ്ഞില്ലേ IMG ഡയറക്ടർക്ക് എഴുതാൻ പറ്റുമെന്ന്. ഞാൻ IMG ഡയറക്ടർ ആവും, ഞാൻ ചീഫ് സെക്രട്ടറി ആവും, ഉദരനിമിത്തം ബഹുകൃതവേഷം. അത് എന്നെ എന്ത് ജോലി ചെയ്താലും ഞാൻ ചെയ്യും. അത് വേറൊരു കാര്യം. അതും എന്റെ കവിയുമായിട്ട് ഒരു ബന്ധവുമില്ല. കവിക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള വകയൊക്കെ അങ്ങനെ കൊണ്ടാക്കിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യം. അത് മാത്രമല്ല, സാറിന് പൊതുവിൽ അത്തരത്തിലൊരു ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഈ മാതൃഭൂമിയിൽ സാറിന്റെ കവിത വന്നല്ല, ചീഫ് സെക്രട്ടറി അല്ലേ അച്ചടിക്കുന്നതൊക്കെ. ഭോഷ്കാണ് അങ്ങനെ പറയുന്നത്. സത്യം പറഞ്ഞ് അങ്ങനെ പറയാൻ പാടില്ല. സാറിന്റെ കവിതയുടെ ഗുണം കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ മേന്മ കൊണ്ട് തന്നെയാണ് മുഖ്യധാര മാസികകൾ അത് ഏറ്റെടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. എഡിറ്റർ ആയിരിക്കുമ്പോൾ വളരെ അടുപ്പമാണ്. അപ്പൊ ഞാനൊരു വലിയ ദീർഘമായ ഒരു കവിത എഴുതി അയച്ചു. പർവ്വതങ്ങൾ പറന്നിരുന്ന കാലം. 100 വരിയുണ്ട്. അദ്ദേഹത്തിന്റെ ഒറ്റ വരി ഒരു കവറ്. കവിത നന്ന് കുറുക്കിയാൽ ഇനിയും നന്നാവും. വേറൊന്നുമില്ല. ഞാൻ കുറുക്കി, എന്നെ 120 വരി വെട്ടിക്കളഞ്ഞ് ഞാൻ അതിനെ 24 വരിയാക്കി വളരെ നന്നായിരിക്കും എന്ന് പറയാം. അടുത്ത ലക്കത്തിൽ കൊടുത്തു. അതാണ് MG. അതുകൊണ്ട് MGയെ പറ്റി ഓർക്കാനും കൂടി ഒരു നിമിഷം ഓർക്കാതെ പോകുന്നത് ശരിയല്ല. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു അനുഗ്രഹമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോട്ടെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും നേരം ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കോഴിക്കോട്ടത്തെ ആസ്വാദക സമൂഹത്തോട് സംസാരിച്ചതിന് സാറിനോടൊരു പ്രത്യേകമായ നന്ദി. സാറിന്റെ സ്വന്തം തിരുവനന്തപുരത്തുകാരൻ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ചും സാറിന് ശേഷം കവിത തുടങ്ങിയ ആൾ എന്നുള്ള നിലയിൽ വിശേഷിച്ചും അറിയിക്കുന്നു. എല്ലാവിധമായ ഹൃദയം നിറഞ്ഞ നന്ദിയും പ്രേക്ഷകർക്കും അറിയിക്കുന്നു. നമസ്കാരം. ഈ വരി ഒന്ന് വായിച്ചില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും. എന്താണ് ഈ വാക്ക് സത്യം? വാക്കെന്നുള്ള കവിതയായിട്ട് കരുതിക്കോണം കേട്ടോ. ഈ വാക്ക് സത്യം, ഇതാണ് എൻ്റെ മാംസം, ഇതാണ് എൻ്റെ രക്തം, ഇത് നക്ഷത്ര സാക്ഷ്യം. ഈ വാക്കിലുണ്ട് എൻ്റെ ഹൃദയം വിലാപവും, ഇത്രനാൾ നീറ്റിയ കാമമന്ത്രങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് എന്നാണ്. താങ്ക് യു.